കമ്മോൺ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ രാവിലെ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർക്ക് പോവാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്. എനിക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളത്. അതിൽ മൂത്ത ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ അതിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഈ നടുക്കിരിക്കുന്ന ബ്ലാക്കാണ് എൻ്റെ നാത്തൂൻ, അതായത് ഏട്ടത്തിയമ്മ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ ദേ ട്രാവലറിലാണ് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്നു. അതിൻ്റെ ഒരു ഡാൻസാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു ചായക്കടയിൽ നിർത്തിയിട്ട് അപ്പം നമ്മൾ ലൈറ്റായിട്ടാണ് കഴിച്ചത്. ചായയും പിന്നെന്താ പഴംപൊരി, പരിപ്പുവട അങ്ങനത്തെ ഒക്കെ കഴിച്ചേട്ടാ. അതൊക്കെ കഴിച്ച് നമ്മൾ വണ്ടിക്ക് പോവാണ്. നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ശ്രീദേവിക്ക് പോയി പുടവ എടുക്കാൻ അവിടെ നിന്ന് നോക്കാമെന്ന് വെച്ചു. പിന്നെ അവരെ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ച് നോക്കായിരുന്നു. ചേച്ചി സാരി ഉടുത്ത് നോക്കി. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. കോയമ്പത്തൂർ ഭയങ്കര തിരക്കാണ്. വണ്ടികളൊക്കെ നമ്മൾ ഇടിച്ചിട്ട് പോകും, അത്രയ്ക്ക് തിരക്കാണ്. നമ്മൾ നോക്കി കണ്ട് നടക്കണം. അപ്പോൾ നമ്മൾ ശ്രീദേവി എത്തിയപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി കയറാട്ടോ, ഡ്രസ്സ് എടുത്ത് നോക്കാനായിട്ട് കയറി. പിന്നെ അവിടെ ചേച്ചി പറയുകയാണ് ഈ ബിൽഡിംഗ് ഫുള്ള് സാരിയാണ്, നമ്മുടെ അവിടുത്തെ പോലെ ഒന്നല്ല. നമ്മുടെ അവിടുത്തെ കടകളിൽ ഒരു ഫ്ലോറിലല്ല സാരി ഉണ്ടാവുക, പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് സാരിയാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരാണെങ്കിൽ നമുക്ക് എല്ലാതും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്കെല്ലാതും എടുത്ത് തരുന്നുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സും നമ്മൾ പറയുന്നതൊക്കെ എടുത്ത് തരും. അപ്പോൾ നമ്മളിത് ഈ സാരി എടുക്കുമ്പോൾ എല്ലാ കളറും ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഏതെങ്കിലും ഇഷ്ടമായ കളർ നമുക്ക് ഉടുപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്ന് കളറുകൾ സെലക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അയാൾ ഒരു ബ്ലൂ കളർ സാരി എടുത്തപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വേറെ സാരി നോക്കാമെന്ന് വെച്ച് നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാ അമ്മായിമാർക്കൊക്കെ സാരി എടുക്കാനായിട്ട് മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ മുകളിൽ ഇങ്ങനെ സാരി ഉണ്ടായിരുന്നു, അടിയിൽ ബ്രൈഡലിൻ്റെ ആയിരുന്നു. പിന്നെ മുകളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള സാരി ഉണ്ടായിരുന്നു. അപ്പോൾ സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കായിരുന്നു. സാരിയൊക്കെ നോക്കി എല്ലാവർക്കും ഭയങ്കര വിശപ്പായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അടുത്തത് നോക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു മലബാർ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ റെഡ് ചേച്ചിയുടെ അമ്മയാണ്, മഞ്ഞ ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പിന്നെ അമ്മായിമാരും ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു കടയ്ക്ക് പോകാമെന്ന് വെച്ചു. അതായത് വേറെ കടയിൽ പോയിട്ട് സാരിയും കൂടി നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോത്തീസ് എന്ന് പറഞ്ഞൊരു കടയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. റോട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് കൊണ്ട് വണ്ടികൾ പാസ് ചെയ്ത് നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകും, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ നമ്മൾ പോത്തീസ് എത്തിയപ്പോൾ പോത്തീസിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര പണി നടക്കായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട് കാണാൻ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. ഉള്ളിൽ ഡെക്കറേഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് നല്ല ഇങ്ങനത്തെ ലൈറ്റൊക്കെ വെച്ചിട്ടായിരുന്നു അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഉള്ളിൽ കാണാനായിട്ട്. പിന്നെ നമ്മൾ സാരി നോക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ സാരി നോക്കുമ്പോൾ അവിടുത്തെ സാരികളിൽ ഫുള്ള് ഈ ഗോൾഡൻ്റെ വർക്കാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമ്മൾ റെഡൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കളർ കിട്ടില്ല, ആ ഒരു റെഡിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, ഇങ്ങനെ ഗോൾഡ് കളർ മിക്സ് ചെയ്ത് വരുമ്പോൾ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാ കളറും ഇങ്ങനെ നോക്കി എല്ലാ കളറും അവർ വെച്ച് തന്നു കേട്ടോ. ഓരോരോ കളർ ഇട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ എല്ലാ കളറും ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഓരോത് ഇഷ്ടപ്പെടുന്നത് നമ്മൾ അതിന് എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ശ്രീദേവിന്ന് ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടേക്ക് തന്നെ പോയിട്ട് അത് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞാനും ചേച്ചിയുടെ അനിയത്തിയും എൻ്റെ ചേട്ടനും കൂടിയിട്ടാണ് പോയത്. ശ്രീദേവി പോയി നമ്മൾ ആ സാരി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, കാരണം ഈവനിങ് ടൈം ആകുമ്പോൾ തിരക്ക് കൂടുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാരി എടുത്ത് വന്ന് ശ്രീദേവി എന്ന ചേട്ടനോട് പറഞ്ഞ് മാറ്റി വെച്ച സാരി നമ്മൾ എടുത്തു കൊണ്ട് പോകുന്നു. നമ്മൾ പോത്തീസിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ നെറ്റ്, അതായത് പാർട്ടി വെയർ സാരിയൊക്കെ നോക്കുമായിരുന്നു. അമ്മയും മാമിമാരും അമ്മായിമാരും ഒക്കെ കൂടി പാർട്ടി വെയർ സാരി, റിസപ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ സാരി, നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അവർ പറയാണ് ലെങ്ത്തുള്ള സാരി അധികം പാർട്ടി വെയറിൽ വരില്ല, പിന്നെ നമുക്ക് തുണി മുറിച്ചെടുത്തിട്ട് ചെയ്യേണ്ട വരും എന്നൊക്കെ പറയാണ്. പിന്നെ അമ്മായിമാർക്കും പിന്നെ എനിക്കൊക്കെ സാരി എടുത്ത് അവിടെ നിന്ന് തയ്പ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ സാരിയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ ലൈറ്റിൻ്റെ ഭംഗിയായിട്ട് നോക്കണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സാരിയും ചുരിദാറുകളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ പോത്തീസിൽ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവാണ്, നല്ല കളക്ഷൻസും ഉണ്ട്. സാരികൾക്ക് ഭയങ്കര കളക്ഷനാണ്. നമ്മുടെ ഇവിടെ തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര കളക്ഷൻസാണ് കേട്ടോ ഉള്ളത്. സാരി മാത്രമല്ല കേട്ടോ, അവിടെ മുകളിൽ ലെഹങ്കകളുണ്ട്, ചുരിദാറുകളുണ്ട്, പിന്നെ ഗ്രൂമിന് വേണ്ടി ഷർട്ടുകളും അങ്ങനത്തെ അങ്ങനത്തെ പാർട്ടി വെയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. കോട്ട്, ജാക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും അടിക്ക് പോവാട്ടോ, ലെഫ്റ്റിലാണ് പോയിരുന്നത്. പിന്നെ ഈ ഒരു ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു, നമ്മുടെ കൂടെ തന്നെ നിന്ന് നല്ല സർവീസ് ആയിരുന്നു. പിന്നെ നമ്മൾ സാരിയൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ കുറച്ചധികം സാരികൾ നമ്മൾ എടുക്കണമല്ലോ പെട്ടിയിൽ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ അതിനുള്ള സാരികളൊക്കെ എടുത്തു. ചേച്ചി ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, അമ്മയും അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് ബില്ലടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കേട്ടോ. ബില്ലടിക്കാനായിട്ട് കൊടുത്തു.
അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കണ്ടില്ല, അവിടുത്തെ രാത്രിയത്തെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ പോകാനായിട്ട് നമ്മൾ ട്രാവലറിലേക്ക് കയറാൻ പോകട്ടെ. അപ്പം നമ്മളിത് ഭയങ്കര ടയേർഡായിട്ട് എല്ലാവരും ഇങ്ങനെ ട്രാവലറിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ മെലഡി സോങ് ആണ് വെച്ചിട്ടുണ്ടാകുന്നത്. കാരണം തുള്ളാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാകുന്നില്ല, കാരണം ഭയങ്കര ടയേർഡായല്ലോ. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പിന്നെ അറിയാമല്ലോ ഭയങ്കര ടയേർഡാവും. അപ്പം ഞാൻ ദേ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാമെന്ന് വയ്ക്കുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ടൈമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ച് നമ്മളൊരു റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ മലബാർ റെസ്റ്റോറൻറ്റ് തന്നെയാണ് വീണ്ടും കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല ഫുഡ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ മലബാർ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി എല്ലാവരും ലൈറ്റായിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചല്ലോ, അതുകൊണ്ട് രാത്രി നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചപ്പാത്തി പിന്നെന്താ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് കഴിക്കാനും പിന്നെ ചപ്പാത്തി പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം വന്നു. അമ്മായിമാരമ്മയൊക്കെ ഇതേ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫുഡൊക്കെ വന്ന് അവർ കഴിച്ച് കഴിയാറാകുമ്പോഴാണ് ഞങ്ങളുടെ ഫുഡ് വന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസും പിന്നെന്താ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ബീഫ്, പിന്നെ സലാഡ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചപ്പോൾ നമ്മളിത് ഇത് അവിടെ പോത്തീസിൽ നമ്മൾ ഇറങ്ങാറാകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടയതാണ്. കുറേ ബാഗൊക്കെ കിട്ടി, നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വണ്ടി കയറട്ടോ. വണ്ടിയിൽ പിന്നെ ഡാൻസ് കളി തന്നെ, അതായത് പാട്ട് വെച്ച് ഡാൻസ് കളിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ രാവിലെ വരുമ്പോൾ അങ്ങനെ കളിച്ചില്ല, പിന്നെ വൈകിട്ട് പോകുമ്പോൾ കളിക്കും. ചിലവരൊക്കെ ഉറങ്ങി, അങ്ങനെ ക്ഷീണം കൊണ്ടാണ്. ഞങ്ങൾ പക്ഷേ ആ ക്ഷീണം അങ്ങോട്ട് കാണിച്ചില്ല, ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ചേട്ടനും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ പോരാട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം 11 മണിയൊക്കെ ആയി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ പോയതാണ്. ഭയങ്കര ടയേർഡ് ഉണ്ടാകുന്നല്ല, ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് തകർത്ത് വന്നു. പിന്നെ നമ്മൾ ബാഗൊക്കെ അവിടെ തന്നെ വെച്ചു, നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പോവാട്ടോ. അപ്പോൾ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അതിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഞാൻ ഉറങ്ങട്ടെ, അപ്പോൾ കേടാ.